കാർഷിക മേഖലയ്ക്കും വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കുമുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ്. തോൽപ്പിച്ച് 100 മേനി വിളവ് കൊയ്ത ഭിന്നശേഷി കൂട്ടായ്മ, കഞ്ഞിക്കുഴിയിലെ ഭിന്നശേഷി കൂട്ടായ്മ എൻ്റെ അംഗങ്ങളുടെ കൃഷിയുടെ ചിത്രമാണ് ഇത്തവണ നമ്മൾ ബജറ്റിൻ്റെ കവർ പേജായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബജറ്റിലേക്ക് കടക്കുകയാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് 2025-26 നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയോ ഒരു മരിപ്പച്ചയുണ്ട്, എത്തുമെന്ന് ഉറപ്പില്ല, എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയൊരു കാര്യമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് വിശ്വസാഹിത്യകാരനായ MDയുടെ വരികളാണ് ഇത്തവണ ബഡ്ജറ്റിന്റെ ആമുഖമായി എഴുതി ചേർത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നവകേരളത്തിന് പുതുവഴികളുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ സർക്കാരിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ അഭിമാനത്തിലാണ് നമ്മൾ. ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025-26 സാമ്പത്തിക വർഷം അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ഒട്ടനവധി വികസന പരിപാടികൾ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര ഭരണാധികാരികളുടെ കേരളത്തോടുള്ള കടുത്ത അവഗണന മൂലം നമുക്ക് ലഭിക്കുവാൻ അർഹതയുള്ള ഫണ്ടുകൾ പോലും രാഷ്ട്രീയമായി നിഷേധിക്കുന്നു. കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന നികുതി തുകയുടെ പകുതി പോലും നൽകാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണതയാണ് കേന്ദ്ര ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. പുറമെ അവരുടെ ഉദാര സാമ്പത്തിക നയങ്ങളും കോർപ്പറേറ്റ് പ്രീണനവും അടിക്കടി തകരുന്ന രൂപയുടെ മൂല്യത്തകർച്ച കൂടിയാവുമ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നടുപൊടിക്കുന്ന സാഹചര്യം സംജാതമാവുകയാണ്. ഇതുമൂലം ഉണ്ടാകുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ സ്വാഭാവികമായും തദ്ദേശ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. എന്നിരുന്നാലും കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുള്ള എല്ലാ സഹായങ്ങളും നൽകിയതുകൊണ്ട് കഴിഞ്ഞ 4 സാമ്പത്തിക വർഷങ്ങളിലും നമ്മുടെ പഞ്ചായത്തിൽ വികസനത്തിന്റെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും പ്രായമായവർക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് 34,23,45,643 രൂപ വരവും 34,05,45,643 രൂപ ചെലവും 18 ലക്ഷം നീക്കി ബാക്കിയുമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. പ്രായമായവർക്കായി 30 ടോക്കിംഗ് പാർലറുകൾ പഞ്ചായത്തിൽ ആരംഭിക്കും. കാർഷിക മേഖലയിൽ കപ്പയും കാന്താരിയും എന്ന പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ 9,000 കുടുംബങ്ങളിലും കപ്പത്തണ്ടും കാന്താരി തൈകളും സൗജന്യമായി നൽകും. ലഹരിക്കെതിരെ പൊൻവെളിച്ചം എന്ന പേരിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. നാട്ടിൻപുറങ്ങളിൽ മികച്ച നിലയിൽ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾക്ക് അവാർഡുകൾ ഏർപ്പെടുത്തും. നഗറുകളുടെ നവീകരണത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. എല്ലാ നഗറുകളിലും പൊതു ഇടം എന്ന പേരിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരംഭിക്കും. നാടൻ കലാകാരന്മാരുടെ കലാപരിപാടികളെ പ്രോത്സാഹിപ്പിക്കുവാനും പരമ്പരാഗത കലകളെ പരിപോഷിപ്പിക്കുവാനും സൺഡേ പ്ലാറ്റ്ഫോം പദ്ധതി ആരംഭിക്കും. ലൈഫ് ഭവന നിർമ്മാണത്തിന് 75 ലക്ഷം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 1,80 ലക്ഷം രൂപ വകകൊള്ളിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 48 ലക്ഷം രൂപയാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബി ബൈരഞ്ജിത്ത്, എസ് ജ്യോതിമോൾ, കെ കമലമ്മ, സെക്രട്ടറി TF സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി P രാജീവ് എന്നിവർ പങ്കെടുത്തു. സ്വപ്ന പദ്ധതികളും യാഥാർത്ഥ്യമാക്കുവാൻ തീർച്ചയായും സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് മാർഗദർശിയായി മുന്നേ നയിച്ച പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അന്തരിച്ച PP സ്വാതന്ത്ര്യം മുന്നോട്ട് വെച്ച വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. ആയത് കൂടുതൽ ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സഹകരണത്തോടെ ആയത് നിർവഹിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 34,23,45,543 രൂപ വരവും 34,05,45,643 രൂപ ചെലവും 18 ലക്ഷം രൂപ മിച്ചവും കാണിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന കഥയിൽ MD എഴുതിയതുപോലെ മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിന് വേദനിക്കുന്നു? ഇന്നിന്റെ മാധുര്യം നമുക്ക് അവശേഷിക്കുന്നു. നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. ഇത്രമാത്രം. നമുക്ക് മുന്നോട്ട് കുതിക്കാം. കൂടുതൽ കരുത്തോടെ, കരുതലോടെ, കാവലിന്റെ കൂട്ടായ്മകളോടെ 2025-26 വർഷത്തെ ബജറ്റ് വിലയേറിയ നിർദ്ദേശങ്ങൾക്കും സമഗ്ര ചർച്ചകൾക്കുമായി സമർപ്പിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2020
അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി തുടക്കത്തിൽ ഏതാണ്ട് 2 വർഷത്തോളം കോവിഡ് മഹാമാരിയായിട്ട് ഒരു ഫൈറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 2 വർഷം നമ്മളെ സംബന്ധിച്ച് വികസന പ്രവർത്തനങ്ങളൊന്നും ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ വർഷവും നമ്മൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് പഞ്ചായത്തിനോട് നിർദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പഞ്ചായത്തിൽ വരുന്ന സമയത്തൊന്നും പദ്ധതിയും ബഡ്ജറ്റും കൂടെ യോജിപ്പിച്ചായിരുന്നില്ല അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പദ്ധതിയും ബഡ്ജറ്റും കൂടെ ചേർത്താണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്തിനു കൊടുക്കണമെന്ന് തീരുമാനിച്ച് അത്തരത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് സാധിക്കാറുണ്ട്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം മറ്റെല്ലാ മേഖലകൾക്കും നമുക്ക് കിട്ടുന്ന പരിമിതമായ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്